അനുപനെ പറ്റി എഴുതുമ്പോൾ കീവേഡായിട്ട് പലപ്പോഴും അസോസിയേറ്റ് ചെയ്ത് പറയുന്ന ഒന്നാണ് പ്രണയം. അനുപനന്റെ പേഴ്സണൽ ആയിട്ടുള്ള ചില വർത്തമാനങ്ങളിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, അനുപനൻ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള പ്രണയങ്ങളിൽ ഒന്ന് അത് മുല്ലശ്ശേരി രാജു ചേട്ടന്റെയും ബേബി ചേച്ചിയുടെയും പ്രണയമാണെന്നാണ്. എന്താ ആ പ്രണയം മാത്രം അത്രയധികം സ്വാധീനിക്കാനുള്ള? അല്ല, ഈ നമ്മൾ ഈ കോമൺ പാർലൻസില് പ്രണയം എന്ന് പറയുന്നത് അതൊരു വേർഡ് മാത്രം ആയിട്ട് എടുക്കുമ്പോൾ എനിക്ക് ഐ ഹാവ് ഡിഫറൻസസ് ടു ഇറ്റ്. ബിക്കോസ് ഞാൻ കാണുന്ന അതിനെ ആ വാക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ലവ് എന്ന് പറയുന്ന ആ വാക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതൊരു സമ്പൂർണമായ കമ്മ്യൂണിക്കേഷനിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. മുല്ലശ്ശേരി ബേബിജിയുടെയും രാജുവേട്ടന്റെയും ബന്ധം എന്ന് പറയുന്നത് 20 years ബെഡ്റിഡനായി കിടക്കുന്ന ഒരാളുമായി ഷീ വാസ് കംപ്ലീറ്റ്ലി ഇൻ കമ്മ്യൂണിക്കേഷൻ എവറി ടൈം. ആ കട്ടിലിന്റെ തുമ്പത്ത് ചെന്നിരുന്ന് വഴക്ക് കൂടാനും പരിഭവം പറയാനും സ്നേഹിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ഭയങ്കര ബ്യൂട്ടി ഉണ്ട് ആ ബന്ധത്തിന്, വിച്ച് ഇസ് നോ മീൻ ടാസ്ക്. ആ ടാസ്ക് ആയിട്ട് എടുക്കരുത്, ശരിയാണ്. പക്ഷെ ടാസ്കിൽ അത് ഓർഗാനിക് ആയിട്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടാവുക എന്ന് പറയുന്നത്, ഇപ്പം ഫോർ ദാറ്റ് മാറ്റർ ഇപ്പം അവര് മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. ഇപ്പം എന്റെ അച്ഛനും അമ്മയും they have been together for 50 years. അവര് തമ്മിലേക്ക് രസകരമായ മറ്റൊരു കമ്മ്യൂണിറ്റി, അങ്ങനെ എത്രയോ അച്ഛനമ്മമാർ, എത്രയോ ഈ പറയുന്ന ലവേഴ്സ് നമുക്ക് ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ട്രാൻഷ്യന്റ് ആയിട്ടുള്ള പെട്ടെന്ന് പോകുന്ന ഒരു സാധനമാണ് പലപ്പോഴും ഇത്. നമുക്കൊരു വർഷമൊക്കെ ഇത് വളരെ ഒരു റിഗറസ് പാഷൻ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന പ്രണയങ്ങളുണ്ട്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. ഞാൻ ടൈമാണ് പ്രണയം എന്ന് പറയുന്നത്. വി ഹാവ് ടു ബി ഇൻ ലവ് ഫോർ എ ബിഗർ പീരീഡ്. ഒരു ഇൻഫിനിറ്റ് എന്ന് ഞാൻ പറയില്ല, പക്ഷെ ആ പീരീഡ് ബ്യൂട്ടിഫുൾ അല്ലേ? ഇവരെല്ലാം മേ ബി യുവർ ഫാദർ ആൻഡ് മദർ, മേ ബി സുമേഷിന്റെ അച്ഛനും അമ്മയും, അല്ലെങ്കിൽ സുമേഷിന്റെ ബ്രദറും സിസ്റ്ററും, ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട് വിച്ച് സ്റ്റാൻഡ്സ് ദ ടെസ്റ്റ് ഓഫ് ടൈം. ഈ ടൈമിനെ അതിജീവിക്കാൻ കഴിയുക, സമയത്തിനെ, ബോറടിയെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിഷയങ്ങളെ അതിജീവിച്ച് വീണ്ടും ഇഫ് യു ക്യാൻ ബ്രിങ് ഇൻ ദാറ്റ് സോൾഫുൾ കമ്മ്യൂണിക്കേഷൻ ഈവൺ ഇൻ യുവർ ഫൈനൽ ഡേയ്സ്, ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. അത് എനിക്ക് 50 years ഒക്കെ ഒരുമിച്ച് ജീവിച്ച ആനിവേഴ്സറി ഒക്കെ ഇതാക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര രസമുള്ള കാര്യങ്ങളല്ലേ. മറ്റേതുണ്ട്, വളരെ തീവ്രമായ പ്രണയങ്ങളുണ്ട് വിച്ച് ഫിസിൽസ് ഔട്ട് ഇൻ 6 months അല്ലേ. ഈ അടുത്ത കാലത്തൊരു സിനിമ ഉണ്ട്, ഞാൻ ഒരു അസമീസ് പടമാണെന്നാണ് തോന്നുന്നത്, കണ്ടു. ആ പടം അപ്പൊ അത് ആലോചിച്ചപ്പോ ഇത് നമ്മുടെ എഴുതണ പോലത്തെ ഒരു പരിപാടിയല്ലേ. പക്ഷെ എനിക്കതിലെ വയലൻസ് ഞാൻ എഴുതില്ല, എനിക്കത്. പക്ഷെ അത് വയലൻസ് അല്ല, അതായത് ബ്യൂട്ടി അതാണ്. അത് ഈ പറയുന്ന അവരുടെ ബ്രെയിൻ വയറാവുന്നത് ആ ഒരു ഇഷ്ടത്തിലാണ്. അത് മാത്രമല്ല, അതിനെ വേറൊരർത്ഥത്തിൽ നോക്കുമ്പോ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അമിസ് അറിയില്ലായിരിക്കും, ഞാൻ നീ മാത്രം സംസാരിക്കുന്ന ഒരു കാര്യം ഇത് മാറും. അമിസ് ഒരു മെയിൻ സ്ട്രീം ആസാമീസ് പടമാണ്. അതിന്റെ OTT പ്ലാറ്റ്ഫോം എനിക്കറിയില്ല, പക്ഷെ അത് ഗംഭീരാണ്. ആൻഡ് കുറെ നോമിനേഷൻസ് കിട്ടിയിട്ടുണ്ട്. യു ക്യാൻ ചെക്ക്. വെരി സിംപ്ലി ടോൾഡ് അല്ലേ. നമ്മള് അവരുടെ ഒക്കെ ഫസ്റ്റത്തെ പടാണ് പെട്ട ആക്ടേഴ്സിന്റെ ഒക്കെ ഒരുവിധ എല്ലാ ആക്ടേഴ്സിന്റെ ഫസ്റ്റ് പടം. ഇത്രയും വലിയ മിടുക്കന്മാരിരിക്കുമ്പോ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മള് ഡിസേർവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കിട്ടി വളരെ കംഫർട്ടബിളി എൻസ്കോൺസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ വി ഹാവ് നോ റൂം ഫോർ കംപ്ലൈൻറ്റ്സ്, വി ഹാവ് നോ റൂംസ് ഫോർ നമുക്കൊരു ആർഗ്യുമെന്റ് ഓവർ വാട്ട് ദിസ് നേച്ചർ ഹാസ് ഗിവൺ യു കണ്ടന്റ്. ഞാൻ കേട്ടിട്ടുണ്ട് ഈ രാജുചേട്ടനും ബേബി ചേച്ചിയായിരുന്നു ബ്യൂട്ടിഫുളിന്റെ ഇൻസ്പിറേഷൻ, അവരുടെ ഒരു ബോണ്ട് ആയിരുന്നു. പലതും അതിൽ ഒരെണ്ണം അതായിരുന്നു ഉറപ്പായിട്ടും. ഇവർ ആദ്യം കാണുന്നത് എപ്പോഴാ അത് കണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോകുമ്പോ നമ്മൾ കുറച്ചു നേരം അവര് നിൽക്കൂല മനസ്സിൽ. ഇതിലെ രസം വെച്ച് ഞാൻ രാജുവേട്ടനെ കണ്ടിട്ടില്ല. ഞാൻ ബേബിയെ പരിചയപ്പെടുന്നത് രഞ്ജേട്ടൻ വഴിയാണ്. രഞ്ജേട്ടനും ഗിരീഷേട്ടനും പുത്തഞ്ചേരി, അവര് വഴിയാണ് ഞാൻ ബേബിയെ പരിചയപ്പെടുന്നത്. അന്ന് രാജുവേട്ടൻ മരിച്ചുപോയി. അപ്പൊ എനിക്ക് ആ രാജുവേട്ടൻ കിടന്നിന്റെ കട്ടിലും അതൊരു ഭയങ്കര മോട്ടിഫാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ മെറ്റഫർ. ഉറപ്പായിട്ടും അത്. സോ ഐ സ്റ്റാർട്ടഡ്. ഇപ്പം ഞാൻ എവിടെയായാലും ഐ എം മഗ്ഗിങ് ആഫ്റ്റർ സ്റ്റോറീസ്. എനിക്ക് ഇഷ്ടമാണ് ഈ ആൾക്കാരുടെ കഥകൾ കേൾക്കാനും. ഞാൻ പാവാട ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനും പൃഥ്വിയും കൂടെ സ്ഥിരമായി ഷൂട്ട് കഴിഞ്ഞ് എൻ്റെ ക്യാരവാനിൽ ഇരിക്കുമ്പം വേണുചേട്ടനും മണിയമ്പിൾ രാജേട്ടനും വരും. നെടുമുടി വേണു, മണിയമ്പിൾ രാജേട്ടനും. ഞങ്ങളൊരു 7 മണിക്കൊക്കെ ഷൂട്ട് കഴിഞ്ഞാൽ 10:30-11 മണി അതിനകത്തിരുന്ന് കഥകൾ കേൾക്കും ഇവരുടെ.
പഴയ വളരെ വേർഡൻഡ് ആയിട്ടുള്ള മലയാള സിനിമയുടെ ഈ പറയുന്ന ഏറ്റവും ശാദ്വല കാലഘട്ടത്തിലെ കഥകൾ. അതുപോലെ ഇത്തരം കഥകൾ കേട്ടപ്പോൾ ബേബിയേച്ചി പറയുന്നത്, രഞ്ജേട്ടൻ പറഞ്ഞു തന്നിട്ടുള്ളതും, ബേബിയേച്ചിയുടെ മോളുണ്ട് നാണിയും അനൂപുണ്ട്, നിരഞ്ജനയുടെ അമ്മയച്ഛനും. അപ്പൊ അവര് പറയുന്ന കഥകളും, സോ ഇറ്റ് വാസ് ഒരു കൺഫ്ലുവൻസ് ഓഫ് സോ മെനി സ്റ്റോറീസ്. അതിൽ നിന്നാണ് എനിക്കത് കിട്ടുന്നത്. ഞാൻ ഫോർ ദാറ്റ് മാറ്റർ ഐ ടെൽ യു, നോട്ട് ഓൺലി ദാറ്റ് ലവ് സ്റ്റോറി, ദർ ആർ കൗണ്ട്ലെസ് അതർ ലവ് സ്റ്റോറീസ് വിച്ച് ഇസ് ക്ലോസ് ടു മൈ ഹാർട്ട്. പീപ്പിൾ യു ഡോണ്ട് നോ. ഇപ്പം ബേബിച്ചിയുടെയും ഒക്കെ പറയുന്ന വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ ഫാമിലിയിൽ, എൻ്റെ വൈഫിന്റെ ഫാമിലിയിലൊക്കെയുള്ള ഒരുപാട് പേര്. അവരുടെ രസമുള്ള കാര്യമാണ്. ഞാൻ ദർ ഇസ് വൺ അതർ കപ്പിൾ, താമ്പിച്ചാച്ചൻ ഗീരമ്മായി എന്ന് പറഞ്ഞിട്ട് കോലഞ്ചേരിയുള്ള, അവർ 2 മക്കളും അമേരിക്കയിലും ബാംഗ്ലൂരും ഒക്കെയാണ്. അവരൊരു വലിയ വീടിന്റെ അകത്ത്, നമ്മൾ ഈ മറ്റേ ഭൂമിയുടെ അവകാശികൾ എന്നൊക്കെ പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സിനിമ, അതുപോലത്തെ ഒരു വീടാണ്. അതിനകത്ത് പാമ്പുകളുണ്ട്, മറ്റേ പല പല ഇഴജന്തുക്കളുണ്ട്. അവരെയൊക്കെ ഒരു കോ എക്സിസ്റ്റൻസിൽ ഇവർ രണ്ടുപേരും കൊണ്ടുപോകുന്ന ഇതുണ്ട്. സഖാവ് മൂർഖൻ എന്നൊക്കെ വിളിച്ചിട്ട് മേ ബി അങ്ങനെ വിളിക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷെ തമ്പിച്ചാച്ചൻ ഇസ് വൺ, ഇനി ഒരുപാട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത, എനിക്കൊരു ക്യാരക്ടറൊക്കെ ആക്കണമെന്ന് തോന്നിയ ആളാണ് പുള്ളി. നന്നായിട്ട് പഴയ ജിം റീവ്സിന്റെ ഒക്കെ പാട്ടുകൾ പാടും, വിന്റേജ് ഇംഗ്ലീഷ് സോങ്സ്. സോ അവര് മറ്റൊരു അത്തരം കപ്പിളാണ്. സോ മെനി. രഞ്ജേട്ടനായിട്ടുള്ളൊരു അസോസിയേഷൻ അതെടുത്ത് പറയേണ്ട ഒന്നാണ് ലൈഫിൽ. ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് അനൂപേട്ടൻ അങ്ങോട്ട് പറയുമായിരുന്നു ഈ തിരക്കഥ വായിച്ചിട്ട്, ഇത് പല കാലഘട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ നമുക്ക് തമിഴിൽ നിന്ന് വിക്രത്തിനെയൊക്കെ ആലോചിച്ചാലോ എന്ന് പറഞ്ഞൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. ട്രൂ ആണോ? അതുകൊണ്ട് ഞങ്ങളത് അങ്ങനെയല്ല. കഥ എങ്ങനെയാന്ന് വെച്ചാല് ഞാനും ജ്യോതിർമയും കൂടെ ചെയ്യേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ് അത്. ആക്ച്വലി രഞ്ജേട്ടൻ ആദ്യം പ്ലാൻ ചെയ്തത് അങ്ങനെയാണ്. അതിന് സുബേർക്ക, നമ്മുടെ വർണ്ണയത്ര മഹാസുബേർ വന്ന് കഥ കേട്ടിട്ട്, നിങ്ങളെന്തിന് ഷോർട്ട് ഫിലിം ആക്കുന്നത്, സിനിമയായിക്കൂടെ? സിനിമയാക്കുമ്പോ ഈ പറഞ്ഞ പോലെ ഞാനെന്ന് പറയുന്ന ഒരു നോൺ എൻറ്റിറ്റിയാണ് സിനിമയിൽ. അന്ന് നമ്മളെ പറയുന്നൊരു പടമൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് മാറ്റിയിട്ട് പൃഥ്വിയും പ്രിയാമണിയുമായി. അപ്പൊ അതിനിടയ്ക്ക് അപ്പൊ എന്നിട്ട് ഐ വാസ് സപ്പോസ് ടു ഡു അക്ബർ അഹമ്മദിന്റെ ക്യാരക്ടർ, ആ ഡയറക്ടർ. അങ്ങനെ ആയത്. അങ്ങനെ ഞങ്ങള് തിരക്കഥ ഇങ്ങനെ എഴുതുന്നു. പിന്നെ രഞ്ജേട്ടൻ പറഞ്ഞിരുന്നു, ഞാൻ എഴുതുന്നു. എന്റെ കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ല ഇതിനകത്ത്, അദ്ദേഹം തന്നെയാണ് പറയുന്നത്. ഞാൻ എഴുതിയെടുക്കുന്നത് ഞാനാണ്. അത് ഭയങ്കര രസമുള്ള ഒരു ഭയങ്കര നല്ല മഴയത്ത് രഞ്ജേട്ടന്റെ പഴയ വില്ലയിലാണ് അത് സംഭവിക്കുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ നമ്മുടെ മറ്റൊരു സിനിമാറ്റിക് ഐക്കോണാണ് രഞ്ജേട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ബ്ലിസ്ഫുൾ സെറിമണി. അപ്പം അതിന്റെ ഒരു പോയിന്റ് എത്തിയപ്പം രാജു വിളിച്ചു പറഞ്ഞു, അവന് രാവൺ എന്ന് പറഞ്ഞ പടം വന്നു മണിരത്നത്തിന്റെ. അപ്പൊ അവന് ബൾക്ക് ഡേറ്റ്സ് അങ്ങോട്ട് കൊടുക്കണം, ഇതാ പറ്റത്തില്ല. അങ്ങനെ രാജുവിന് പകരം ആര് എന്നുള്ള ചിന്തകൾ വന്നു. അങ്ങനെ അതിനകത്ത് മാധവൻ, അജിത്ത്, തമിഴിൽ നിന്നൊരു ഒരുപാട് പേര്. അപ്പൊ ഞങ്ങള് കോർഡിനേറ്റ് ചെയ്തു. ശങ്കർ അവരെ വിളിക്കുന്നു, പപ്പേട്ടനുണ്ട്, അദ്ദേഹം വിളിക്കുന്നു. ഷേബാസ് അവൻ ഇടയ്ക്ക് വരും, അവൻ പാട്ടൊക്കെ പാടി അവിടെ ഇരിക്കും. അങ്ങനെ ഒരു ദിവസം ഷേബാസിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി ഞങ്ങൾ പോകുമ്പം ആരും അങ്ങോട്ട് ശരിയാവുന്നില്ല. മാധവന് ഡേറ്റ് ഇല്ല, മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിന് ഡേറ്റ് ഇല്ല, ആർക്കും ഇല്ല. പിന്നെ മലയാളത്തിനും ആരെയൊക്കെയോ നോക്കി, അതൊന്നും വർക്കൗട്ട് ആവുന്നില്ല. കാരണം അതൊരു ഈസി റോൾ അല്ലല്ലോ. 26 to 55 എല്ലാ ഏജും ചെയ്യേണ്ടതാണ്. അങ്ങനെ എഗൈൻ ഒരു വലിയ മഴയത്ത് ഷേബാസ് അമ്മനെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി പോകുമ്പം പപ്പേട്ടൻ ഫ്രണ്ടിലിരിക്കുന്നു, ഞാൻ വണ്ടി ഓടിക്കുന്നു, എന്റെ വണ്ടിയാണ്. അപ്പം പപ്പേട്ടൻ ഫ്രണ്ടിൽ ഇരിക്കുന്നു, ബാക്കിൽ ഷേബാസ് അമ്മന് രഞ്ജേട്ടനും. അപ്പൊ പപ്പേട്ടനെ ആരെയോ ഒരാൾ വിളിച്ച്, ഇവിടുത്തെ ഏതോ നടനെയാണ്. അപ്പൊ വിളിച്ചിട്ട്, രഞ്ജി അയാൾ നടക്കില്ല കേട്ടോ, അയാളിങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു. നമുക്ക് ഇയാളെ വിളിച്ചാലോ എന്ന് പറഞ്ഞ് നമ്മുടെ മറ്റൊരു നടന്റെ പേരെന്തോ പറയുമ്പോൾ രഞ്ജേട്ടൻ ബാക്കിൽ എന്ന് പറഞ്ഞു, അജയചന്ദ്രൻ ചെയ്യുന്നയാളാണ് ഇപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നത്. ദാറ്റ് വാസ് എ മൊമെന്റ്. Such halcyon moments. കയ്യിന്ന് പോ അങ്ങനെ അതൊരു എന്താ പറയാ, again it's an orgasmic pleasure. So it was a moment. അത് നമ്മൾ അങ്ങനെ ജീവിതത്തിൽ അങ്ങനത്തെ നമുക്ക് എന്താ പറയാ, നമ്മളൊരു മാർക്ഡ് ആയിട്ടുള്ള പല ലാൻഡ് മാർക്ക് മൊമെന്റ്സ് ഉണ്ടാവില്ലേ. ഇറ്റ് വാസ് വൺ സച്ച്. അങ്ങനെ പറയുമ്പോൾ ഇത്തരം മൊമെന്റ്സ് എല്ലാം ഉണ്ടാകുമ്പോൾ ഭയങ്കര ആംബിയൻസ് ആയിരിക്കും. ആരൊക്കെ കൂടെ, ഷേബാസ് അമ്മൻ ബാക്കില്, മഴ, ഈ അപ്പുറത്ത് കണ്ണു കാണാൻ പറ്റാത്ത ഒരു റോഡ്, അങ്ങനെയൊക്കെയുള്ള
ആ ഫ്ലാഷസ് ആണ് ഇപ്പം മനസ്സിലേക്ക് വരുന്നത്. സോ ദാറ്റ് ഹാപ്പൻസ് വിത്ത് എവറിബഡീസ് ലൈഫ്. ഈ രഞ്ജിതേട്ടൻ എന്നുള്ള ഗുരു, മാർഗദർശി, എങ്ങനെ ഉണ്ടായിരുന്നു ആളുടെ കൂടെയുള്ള ഒരു ട്രാവൽ? രഞ്ജിയേട്ടനാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് സീൻസ് വർക്ക് ചെയ്യുന്ന തിരക്കഥാകൃത്ത്. ഒരു സീനിൽ നിന്നും അദ്ദേഹം മറ്റൊരു സീനിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയുമല്ലോ ഒരു ട്രഫും ക്രസ്റ്റും ഒക്കെ വേണം ഒരു ഇതിന്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഗ്രാഫ് എങ്ങനെ ഒരു ഫിലിമിന്റെ ഗ്രാഫ് എങ്ങനെ നിശ്ചയിക്കപ്പെടുന്നു എന്നുള്ളത് ഞാൻ പഠിക്കുന്നതും അതൊരു ഭയങ്കര അസിമുലേഷൻ ആയിരുന്നു. അദ്ദേഹം ഡയലോഗ്സ് എഴുതുന്ന രീതി, ഒരു ഡ്രാമാറ്റിക് ഡയലോഗിനെ എങ്ങനെ ലെസ് ഡ്രാമാറ്റിക് ആയിട്ട് പെർഫോം ചെയ്യിക്കാം, അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ബേസിക് പാഠങ്ങൾ പഠിച്ച രഞ്ജിയേട്ടനാണ്. പിന്നെ ഓഫ് കോഴ്സ് അന്നത്തെ രഞ്ജിയേട്ടൻ എന്ന് പറയുന്നത് നത്തിങ് ഷോർട്ട് ഓഫ് എ ലയൺ. ദ വേ ഹി വാക്ക്ഡ്, നമ്മുടെ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി നമ്മളെ ഭയങ്കരമായിട്ട് എൻറ്റൈസ് ചെയ്യിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു 2003 to 2010 അത്രയും കാലം ഏകദേശം എപ്പോഴും ടച്ചിലുണ്ടായിരുന്നത്? അങ്ങനെ ഇല്ല, അതൊരു അബദ്ധധാരണയാണ്. അത് അങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ അനുപമൻ വരുന്നത് രഞ്ജിത്ത് സ്കൂളിൽ നിന്നാണ്, അതായത് രഞ്ജിത്താണ് അനുപമനെ എല്ലാം പഠിപ്പിച്ച് വിട്ടത്. അല്ല, അത് ചിലപ്പോ ആയിരിക്കാം. പക്ഷെ ഞാൻ രഞ്ജിത്തിനോട്ട് അങ്ങനെ ഒരു ഇന്ററാക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലല്ല, ഇപ്പം സ്ഥിരമായിട്ട് ഞങ്ങള് ഇൻ ടച്ച് ആണ്. എനിക്ക് തോന്നുന്നു 2006 ഞാൻ രഞ്ജിയേട്ടൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ആ വർഷം തന്നെയാണ് റോക്ക് ആൻഡ് റോൾ ചെയ്യുന്നത്. അല്ല, റോക്ക് ആൻഡ് റോളിന് മുന്നേ കയ്യൊപ്പ് ചെയ്തു. കയ്യൊപ്പിന് ശേഷം റോക്ക് ആൻഡ് റോൾ, അത് സെയിം അതേ വർഷമാണെന്നാണ് എന്റെ ഓർമ്മ. അത് കഴിഞ്ഞ് 2008 തിരക്കഥ വരുന്നു. പിന്നെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 2000 കോക്ടെയിലിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 2022 വരെ ഐ വാസ് ഡൂയിങ് മൈ ഓൺ ഫിലിംസ്. അപ്പൊ രഞ്ജിയേട്ടനൊക്കെ മാസത്തിലൊരിക്കൽ വിളിച്ചാലായി, രഞ്ജിയേട്ടൻ ഇങ്ങോട്ട് വിളിച്ചാലായി, അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ടച്ച്. ശങ്കറായിരുന്നു രഞ്ജിയേട്ടന്റെ കൂടെ ഫുൾ ഓൺ ഉണ്ടായിരുന്നു. ആഫ്റ്റർ മേ ബി തിരക്കഥ ഐ ഡിഡ്ന്റ് ഹാവ് അങ്ങനെ ഒരു 12-14 ഇയേഴ്സ് രഞ്ജിയേട്ടനോട് അങ്ങനത്തെ ഒരു ഇൻ ടച്ച് ഒന്നും ആയിരുന്നില്ല. ദോ ഇറ്റ് വാസ് വെരി കോർഡിയൽ ആൻഡ് ഐ റെസ്പെക്റ്റഡ് ഹിം, ലവ്ഡ് ഹിം സോ മച്ച്. നമ്മൾ അങ്ങനെ ഒരു ഇൻ ടച്ച് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരുന്നു ആ പീരീഡ് എന്ന് പറയുന്നത്. ബിക്കോസ് ഹി വാസ് ഓൾസോ ബിസി, ഐ വാസ് ഓൾസോ ബിസി വിത്ത് മൈ ഫിലിംസ്. സോ യാ. ഈ തിരക്കഥയിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, തോറ്റു നിൽക്കുന്നവനാണ് നീ, എനിക്ക് നീ തുടരണമെങ്കിൽ വിജയങ്ങൾ വേണം എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് എനിക്കൊന്ന് അന്ന് മംഗളത്തിലൊക്കെ കൊടുത്ത ഒരു റിട്ടേൺ ഇന്റർവ്യൂല് അനുപമൻ പറഞ്ഞിട്ട് ആ വരികൾ ശരിക്കും അത് എന്നെ തന്നെയാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് പിന്നെ അപ്പൊ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിൽക്കുന്ന ജീവിത സാഹചര്യം കൊണ്ട് സത്യമായിരുന്നു അത് ആ ടൈം. പിന്നെ ഉറപ്പായിട്ടും, കാരണം വെച്ചാൽ ഞാന് ഫസ്റ്റ് പടം പൊട്ടി പണ്ടാറടങ്ങിപ്പോയില്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് സിനിമയൊന്നുമില്ല. എന്റെ കയ്യിലുണ്ടായിരുന്ന ആ പടം കമ്മിറ്റ് ചെയ്ത് ആ പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഐ വാസ് ഹോട്ട് പ്രോപ്പർട്ടി. എനിക്ക് 8 ചെക്കോളം എൻ്റെ കയ്യിൽ, ഇവിടുത്തെ മേജർ ഫിലിം മേക്കേഴ്സിന്റെ. കാരണം മെനൻ സാർ അങ്ങനെയാണ് എന്നെ അവിടെ പ്ലേസ് ചെയ്തത്. അപ്പം അതിനുശേഷം പടം ഇങ്ങനെ ആയി പോയതുകൊണ്ട് പിന്നെ ഞാനൊരു അൺലക്കി ഗൈ ആയി. കാരണം വിനയൻ സാറിന് അതുവരെ ഒരു പടം പൊട്ടിയിട്ടില്ല. അപ്പൊ ഈ പടം പൊട്ടിയപ്പോ എന്റെ മേലെയായത്. സോ ഫിലിം ഇൻഡസ്ട്രി അങ്ങനെ ഒരു എല്ലാവരും 8ഓളം ചെക്കുകൾ തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നു. ഓരോ ആഴ്ചകളിലായിട്ട് ഓരോരുത്തർ തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകും, പടമില്ല. പിന്നെ ആയിട്ട് ഗോ ബാക്ക് ടു സീരിയൽസ്. താങ്ക്ഫുള്ളി എനിക്ക് വന്ന സീരിയൽസ് ഒന്നും തന്നെ ഇറ്റ് വാസ് നോട്ട് ദ റൺ ഓഫ് ദ മിൽ കൈൻഡ് ഓഫ് സീരിയൽസ്. യുനോ, അമ്മായിയമ്മ മരുമോളെ പീഡിപ്പിക്കുമ്പോൾ അപ്പുറത്തേക്കുന്ന ഭർത്താവ് എന്ന് പറയുന്ന ആ സാധനം എനിക്ക് കിട്ടിയിട്ടില്ല ഭാഗ്യത്തിന്. പകരം എനിക്ക് കിട്ടിയത് അന്നത്തെ ഒരു അവൻഗാർഡ് ഫിലിം മേക്കർ എന്നൊക്കെ പറയാവുന്ന, അല്ലെങ്കിൽ സീരിയൽസിലുണ്ടായിരുന്ന KK രാജീവ്, സജി സുരേന്ദ്രൻ, ഡോക്ടർ ജനാർദ്ദനൻ, മോഹൻ കൊപ്ലേരി, ഇങ്ങനെ 4 സീരിയൽസ് ഞാൻ ചെയ്തിട്ടുള്ളൂ. വൺ ഇസ് മുഹൂർത്തം, ലോറിക്കാരൻ നോബിൾ എന്ന് പറയുന്ന ആ സാധനം. അതേസമയം 8 മണിക്ക് മേഘം, 8:30 മുഹൂർത്തം, അങ്ങനെയായിരുന്നു അത് പോയിക്കൊണ്ടിരുന്നത്. സോ കോൺട്രാഡിസ്റ്റിംഗ് ആയിട്ടുള്ള 2 ക്യാരക്ടർ, ഒന്ന് ലോറി ഡ്രൈവർ, ഒന്ന് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ഡോക്ടർ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ ഇതാണ് കുപ്ലേരിയുടെ സ്വരം എന്നുള്ള സീരിയൽ. ഇത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ആ ഒരു കണ്ടിന്യൂം ഓഫ് സീരിയൽസ് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് അപ്രാപ്യമായ ഒരു കാര്യമായിരുന്നു. സോ ആഫ്റ്റർ സ്വരം ഐ സ്റ്റോപ്ഡ് ആൻഡ് ദെൻ ഐ വർക്ക് ഫോർ ഫിലിംസ്. അത് പതുക്കെ പിന്നെ ഈ ഞാൻ അതാണ് പറഞ്ഞത്, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കരമായ എഫർട്ടൊന്നും ഞാൻ ഇതിനകത്ത് എടുത്തിട്ടില്ല. ഞാൻ ആൾക്കാർ അങ്ങനെ പോയി കാണുകയും
നമ്മൾ ഈ പ്രൊവേർബിയൽ ബസ് സ്റ്റോപ്പുകളിൽ കാത്തു നിൽക്കലും ഡയറക്ടേഴ്സിന്റെ വാതിൽക്കൽ അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ എനിക്ക് കംപ്ലൈന്റ് ചെയ്യാനൊന്നുമില്ല അതിനകത്ത്. ഞാൻ ഇവരെ ഒന്നും കാണാനും പോയിട്ടില്ല. ജസ്റ്റ് കെയിം ടു മീ. സോ ദ യൂണിവേഴ്സ് ഹാസ് ബീൻ സോ ബെനിവലന്റ് ഇൻ ദാറ്റ് സെൻസ് ദാറ്റ് എവറിഥിങ് കെയിം ടു മീ സോ വിതൗട്ട് മച്ച് എഫേർട്ട്. പിന്നെ എഫേർട്ട് ഉണ്ട്. നമ്മൾ വൺസ് നമ്മൾ ഈ ഗെയിമിൽ പിന്നെ നമ്മള് ഫുൾ ഓൺ ഇത് തന്നെയായിരുന്നു. കാരണം ഐ ഡിഡ് അറൌണ്ട് 100 ഫിലിംസ് ആഫ്റ്റർ ദിസ് വൺ. 2010 ശേഷം 100 പടങ്ങളോളം ഞാൻ ചെയ്തില്ലേ. 15 പടം എഴുതി. സോ അതുണ്ടായിരുന്നു, ആ വർക്ക് ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും അതിന്റെ. പക്ഷെ അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണെന്ന് അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. അതാണ് എന്റെ സത്യവും. എന്നെക്കാളൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഈ പറയുന്ന ഇവരൊക്കെ 4:30 എണീറ്റ് ജിമ്മിൽ പോയി 3 മണിക്കൂർ വർക്കൗട്ട്, അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഫിസിക്കൽ അധ്വാനം എന്റേത് വളരെ കുറവായിരുന്നു. ട്രിവാൻഡ്രം ലോഡ്ജിൽ ഒരു സംഭാഷണം എനിക്ക് വളരെ രസമായിട്ട് തോന്നിയിട്ടുണ്ട് ആ സമയത്ത്. ഇപ്പോഴും അങ്ങനത്തെ ഒരു സംഭാഷണം ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ മകനോട് അമ്മയെ പറ്റി, അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയെ പറ്റിയിട്ട് അമ്മയുടെ ദുർനടപ്പുകളെ പറ്റി മകനോട് പറയാണ്. ആൻഡ് മകൻ അതിന്റെ അമ്മ ചെയ്തതിന്റെ സാമ്പത്തിക സാധ്യതകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അച്ഛൻ അമ്മയെ കുറച്ച് മോശക്കാരിയാക്കി പറയുമ്പോ മകൻ അച്ഛനോട് പറയുന്നത് അമ്മ കാസിനോവയുടെ ഒരു ഫീമെയിൽ വേർഷൻ ആയിരുന്നു. പെട്ടെന്ന് എഴുതി തീർന്നു ആ കോൺവെർസേഷൻ. അത് അവിടെ വെച്ച് എഴുതിയത് ഒരു ചായക്കട, ആ ചായക്കടയ്ക്ക് അതിരുന്ന് എഴുതിയത്. അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ കാര്യം പി ജയചന്ദ്രൻ അച്ഛൻ. അപ്പൊ ജയേട്ടൻ വന്നിട്ട് ഇപ്പം ഇത് മൊത്തം മാറിയില്ലേ, ഇങ്ങനെയൊക്കെയാണ് ഇല്ലേ കാര്യങ്ങൾ എന്നോട് ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ല, അതാണല്ലോ കാലം വരണം, ഇങ്ങനെ വേണം, ഇങ്ങനെയാണ് പുതിയ കാര്യങ്ങൾ ഉണ്ടാവുക അല്ലേ, ആവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളേ പോകുന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛന്റെ അമ്മയുടെയും ഫിസിക്കൽ കെമിസ്ട്രിയും തട്ടുമ്പോത്തായിരുന്നു. അല്ല അത് അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്തരം സൊസൈറ്റൽ മോസിനെ ഈ പറയുന്ന കാലമല്ലേ, അപ്പം എനിക്ക് അതൊന്നും തച്ചുടയ്ക്കണമെന്ന് ബോധപൂർവമായി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും. കാരണം ഇതൊക്കെ വളരെ ഫ്ലെംസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഈ മോറലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്സ് എന്നൊക്കെ പറയുന്നത്. ഇതിനു മുമ്പേ നമ്മൾ മാധവിക്കുട്ടിയൊക്കെ ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മുടെ അത്തരം സൊസൈറ്റൽ മോസൊക്കെ എന്ത് വെണ്ണീറായി പോകുന്ന ശരീരങ്ങളെ കുറിച്ചാണ് ഈ ബോധേഡാവുന്നത് അല്ലേ. നമ്മുടെക്കാൾ എത്ര 10,000 വർഷങ്ങൾ അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഉണ്ട് നമുക്ക് പൂർവികരായിട്ട് എത്രയോ പേർ. അവരിൽ നിന്നും വന്നെത്തിയ ഒരു ജനത ഇതില് ബോധേഡാവുക എന്ന് പറയുന്നത് എനിക്കത് വളരെ കോമിക്കലായിട്ടാണ് എല്ലാ കാലത്തും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ സീൻ ബോധപൂർവം വെച്ച് ഇത്രയ്ക്കേ ഉള്ളൂ. ഐ വോണ്ട് ടു, നമ്മളൊരു എക്സ്ട്രീം അടിക്കത്തില്ലേ, ഒരു അച്ഛനോടും അച്ഛൻ മകനോട് പറയാൻ കഴിയുന്ന കാര്യങ്ങളായി ഇത് മാറ്റിയാൽ അതിലൊരു there is a normalization in the whole process. So I wanted to normalize the whole thing and make it very mundane. അതായിരുന്നു അതിന്റെ ബോധപൂർവമായിട്ടുള്ളൊരു സീൻ സ്ട്രക്ചറിങ് അല്ലെങ്കിൽ ഡയലോഗ് സ്ട്രക്ചറിങ് തന്നെയായിരുന്നു. ഇതിന്റെ ഇൻസ്പിറേഷൻ ഞാൻ ഇവിടെ നിന്നാണെന്ന് പറയട്ടെ. അതായത് ഒരു മകൻ അച്ഛനോട് ചോദിക്കുകയാണ്, സെക്കൻഡ് ദിവസം ഞാൻ വായിച്ചു, പക്ഷെ ചില ഏരിയ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഇതെന്ന്. ഇപ്പൊ അച്ഛൻ മകനോട് ഇതൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു, രണ്ടനമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പും ഒക്കെ രവി മാഷിന്റെ. എന്റെ മകൻ അനുപമനായിരുന്നു, അച്ഛൻ അനുപമനന്റെ അച്ഛനായിരുന്നു. ഇല്ല, അത് ആക്ച്വലി ആ ഒരു സാധനമേ എനിക്ക് ഇതുണ്ടായി. അച്ഛനും ഞാനായിട്ട് അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടില്ല. അച്ഛന് ഞാനായിട്ട് ഉണ്ടായ കോൺവെർസേഷൻസ് എന്ന് പറയുന്നത് ഖസാക്ക് വായിക്കുമ്പോ എനിക്ക് നൈസാം അലിയുടെ ഏരിയ എനിക്ക് മനസ്സിലായിരുന്നില്ല. അതൊരു കാര്യം. ചാന്തുമി രവിയും തമ്മിലുള്ള ബന്ധം എനിക്ക് മനസ്സിലായിരുന്നില്ല. അപ്പൊ അതിന് ഏറ്റവും എന്താണ് ഒരു 7ാം ക്ലാസ്സുകാരന് പറഞ്ഞ് മനസ്സിലാക്കി തരാവുന്ന ഭാഷയിൽ അച്ഛൻ പറഞ്ഞു തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് ആ കാലത്ത് അത് ടാബുവാ. ടാബു. പക്ഷെ ടാബു ആണെങ്കിൽ എനിക്കിത് വായിക്കാൻ തരുമല്ലോ. ഐ മീൻ കോമൺ സൊസൈറ്റിയിൽ, കൺവെൻഷണൽ സൊസൈറ്റിയിൽ. പിന്നെ നമ്മള് എന്താണ്, ഞാൻ ക്രൈസ്റ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. സ്കൂളില് ഞാൻ ലേഡി ഷാർലീസ് ലവറോ സൺസ് ആൻഡ് ലവേഴ്സോ ഒക്കെ വായിക്കുന്നത് ആക്ച്വലി നമ്മുടെ ലൈബ്രറിയിലാണ്. എനിക്ക് തോന്നുന്നു ഒന്നുകിൽ അന്ന് അവിടെ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് അറിയില്ല ആയിരിക്കാം. സോ അതല്ല, ഇത് ഈ സീൻ പെർട്ടിക്കുലർലി ഐ വാണ്ടഡ് ടു ബ്രേക്ക് ദ ജിങ്സ്. അത് ഞാൻ വളരെ നമ്മളൊരു ഇന്റൻഷനൽ ആയിട്ട് ഒരു സാധനം ചെയ്യാന്ന് പറയില്ലേ. ഗുഡ് ദാറ്റ് യു നോട്ടഡ് ഇറ്റ്. അത് അധികം പേരും അത് ശ്രദ്ധിച്ചിട്ടില്ല. അത് ആ സാധനം ഞാൻ വേണമെന്ന് ചെയ്തതാണ്. ബിക്കോസ് അത് ആ സിനിമ മൊത്തം പറയാനിരുന്ന ഒരു കാര്യത്തിന്റെ. അപ്പൊ അതിനകത്ത് ഏറ്റവും ഒരു എന്താ പറയാ, ഒരു ഐഡിയലിസ്റ്റിക് സീനാണ് ദ വൺ വുമൺ മാൻ
സാധനം. അതിനെ നമ്മൾ ജക്സ്റ്റപ്പോസ് ചെയ്യുന്നത് ഇത്തരം സീനുകൾ കൊണ്ടാണ്. ഇപ്പുറത്ത് ഇയാള് തന്നെയാണ് ഇപ്പുറത്ത് ഇത് പറയുന്നത്, അമ്മയുടെ ഇത് പറയുന്നത്. സോ ദാറ്റ് വാസ് ഭയങ്കര രസമുള്ളൊരു എന്താണ്, നമ്മുടെ റെവറിയില് പോകുന്ന ഒരു കാര്യമായിരുന്നു അത്. ഒരു ആർട്ടിസ്റ്റിക് റെവറി എന്ന് പറയില്ല, അതുണ്ടായിരുന്നു. അത് ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസ് തന്നെയാണ് അല്ലേ. അവരെന്ന് പറയുന്നത് ഈ ചില ആളുകൾ നമ്മള് ഇങ്ങനെ ഒരു പെഡസ്റ്റൽ കയറ്റി വെച്ച് ദേ ആർ എബോവ് എവറിത്തിങ്, അത് നമ്മുടെ അച്ഛനായാലും അമ്മയായാലും അപ്പൂപ്പനായാലും എന്ന് നമ്മൾ പ്രതിഷ്ഠിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവരുടെ ഒരു സ്വകാര്യതയിൽ അവർ ആലോചിച്ച് നോക്കൂ. ദേ ആർ ഓൾ ലൈക്ക് അസ് അല്ലേ. എല്ലാ ഫെയിലിങ്സ് എന്ന് പറയുന്നത് സോ കോൾഡ് ഫെയിലിങ്സ്, ഐ ഡോണ്ട് ട്രീറ്റ് ഇറ്റ് ആസ് ഫെയിലിങ്സ്. നമ്മുടെ എന്താണ് ആട്രിബ്യൂട്ട്സ് ആണത്, നമ്മുടെ ബോഡിലി മെന്റൽ ആട്രിബ്യൂട്ട്സ് ആണത്. അത് മനുഷ്യൻ, that constitutes a മനുഷ്യൻ. സോ വൈ നോട്ട്? ആൻഡ് ബൈ ദ വേ, അനൂപ് മേനോൻ ഇന്റർവ്യൂ പഠിക്കുമ്പോൾ വരുന്നത് അനൂപന്റെ 4ാമത്തെ 4ാമത്തെ സെർച്ച് ആയിട്ട് ഞാനും അനൂപ് മേനോനും പിന്നെ അനുപേട്ടനും വേടനും ഇരിക്കുന്നതാണ്. അതെ അതെ അതെ, പലരും പറഞ്ഞു എടുത്തു, ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോകണ്ട ഇന്റർവ്യൂ. വേടൻ എവിടെ ഉണ്ട്? കുറെ കാലം അവനെ കണ്ടിട്ട്. അന്ന് നമ്മൾ കണ്ടതിന് ശേഷം അവരെ അവിടെ ഇവിടെയൊക്കെ സ്റ്റേജിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലാതെ ഒന്നും. ഇറ്റ്സ് ഗുഡ്, ഡൂയിങ് ഗുഡ് അല്ലേ. അന്ന് അനുപേട്ടൻ പറഞ്ഞു തരുന്നുണ്ട്, വൺ ഓഫ് എ കൈൻഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെരി നൈസ് ബോയ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അല്ലേ വന്നവൻ? ഇവിടെ അപ്പുറത്തുള്ള നമ്മുടെ കൗശലായിരുന്നു സംസാരിച്ചത്. കാണുമ്പോ അന്വേഷണം പറയൂ. യെസ്, കാണുമ്പോൾ ഡെഫിനറ്റ്ലി അന്വേഷണം പറയും. ഓഫ് ക്യാമറ പറഞ്ഞൊരു കാര്യമുണ്ട്, ആളുകൾ റൂട്ട് ചെയ്യുന്നു വേടന് വേണ്ടിയിട്ട് എന്നുള്ളത്. ശരിക്കും ആളുകൾ റൂട്ട് ചെയ്തു വേടന് വേണ്ടിയിട്ട്, വേടനൊരു പ്രശ്നം പറ്റിയപ്പോ. അത് വരും, ആളുടെ ഒരു ഇന്റന്റും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് വരും. അതാണ് ഞാനെന്ന് പറഞ്ഞത്, റൂട്ട് ചെയ്യും എന്നുള്ളത്. എന്താ സ്റ്റാറ്റസ് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കഥകൾ. 97 ബാച്ച് മഹാരാജാസ് എന്ന് പറഞ്ഞിട്ടൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ത് പറ്റി? 97 ബാച്ച് മഹാരാജാസിനെ പറ്റി അതിന് വളരെ സമാനമായൊരു പടം മലയാള സിനിമയിൽ ഉണ്ടായി. അതാണ് സംഭവിച്ചത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത് ഒരുപാട് പേരെ വേദനിപ്പിക്കും എന്നുള്ളത് കൊണ്ടും അതൊരു മർക്കി ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയതുകൊണ്ടും അത് നമുക്കത് പാസ്. പക്ഷെ ഒരു ആസ്പിറേഷൻ പടമായിരുന്നു, വലിയ പടമായിരുന്നു അത്. അതിൻ്റെ ഒരു അന്നത്തെ നമ്മുടെ കാസ്റ്റ് പോലും അത്രയും ബ്യൂട്ടിഫുൾ ആയൊരു കാസ്റ്റ് ആയിരുന്നു. മലയാള സിനിമയിലെ ഓൾമോസ്റ്റ് എല്ലാ പുതിയ ആൾക്കാരും ഉള്ള ഒരു സിനിമയായിരുന്നു അത്. എനിക്ക് ഒരുപാട് പ്രതീക്ഷയും കേട്ടവർക്കെല്ലാം തന്നെ അത് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റും വന്നൊരു പടമാണ്. ബട്ട് certain things don't happen and that happens for a reason. ട്രിവാൻഡ്രം 2ാം ഭാഗത്തിന്റെ ഫസ്റ്റ് ഹാഫ് വരെ എഴുതി തീർത്തു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെന്താ അത് ഉണ്ട്, ഇത് രണ്ടും ഉണ്ട്. ബ്യൂട്ടിഫുളിന്റെ സെക്കൻഡ് പോർഷനും ഉണ്ട്, ട്രിവാൻഡ്രം ലോഞ്ചിന്റെ സെക്കൻഡ് പോർഷനും ഉണ്ട്. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതെല്ലാം ഒത്തു വരണ്ടേ. ഇത് സിനിമയായതുകൊണ്ട് നമുക്ക് ഒരു അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് ഉടനെ സിനിമയാവണം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മുടെ ഇത്രയും വർഷങ്ങളുടെ അനുഭവം മതി. കുറെ കാര്യങ്ങൾ അതിനകത്ത് ചേരുംപടി ചേരണം, എന്നാലേ ഒരു സിനിമയാവുള്ളൂ. ആ ചേരുംപടി ചേർക്കൽ വന്നിട്ടില്ല, അത് വരുമ്പോ അതുണ്ടാവും. ചോദിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്താ അനൂപ് മേനോൻ മോഹൻലാൽ പ്രൊജക്ടിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്? അത് നെക്സ്റ്റ് ഇയറേ സംഭവിക്കും എന്നുള്ളതാണ്. അതിന്റെ പ്രൊഡക്ഷൻ മാറി, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കൽക്കട്ടയിലെ ദുർഗാപൂജ ആണ് അതിന്റെ ഒരു പ്രധാന സീക്വൻസ് ഷൂട്ട് ചെയ്യേണ്ടത്, കൊൽക്കട്ടയിൽ. അപ്പൊ അത് നെക്സ്റ്റ് ഇയർ ഇനി പോസിബിൾ ആവും. അപ്പൊ അതോട്ട് 20 ഡേ ഷൂട്ട് ആ ഫെസ്റ്റിവലിലുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഒരു ഹംബഗാണത്. അത് ആ സമയത്ത് ഷൂട്ട് ചെയ്ത ഒരു ആക്ഷൻ ഫൈറ്റ് സീക്വൻസ് ആണ് അതിന്റെ ഇടയിൽ നടക്കുന്നത്. അതങ്ങനെ ഓത്തന്റിക് ആയിട്ട് അതിനകത്ത് തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് അതുള്ളത്. പിന്നെ അതൊരു മറ്റൊരു പ്രൊഡക്ഷൻ ആയിരിക്കും ചെയ്യുന്നത്. അനൂപേട്ടൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ലാലേട്ടനുണ്ട്. ഞങ്ങൾ വലിയ സുദീർഘമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ പറഞ്ഞ് മുണ്ടൊക്കെ എടുത്ത് ചില്ല് ചെയ്ത് കുറച്ച് കൂട്ടുകാരൊക്കെ ആയി, പണ്ടത്തെ ഒരു കാമുകിയൊക്കെ ആയി, അങ്ങനെ ഒരു ലാലേട്ടനെ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുണ്ട്. അനൂപേട്ടനും ആ ഏരിയ അത് തന്നെയാണ്. അതിനകത്ത് കടുകിട വ്യത്യാസമില്ലാത്ത 5 പാട്ടുകളുള്ള 3 ഫൈറ്റുകളുള്ള അങ്ങനെ ഒരു സിനിമ തന്നെയാണത്. അതെല്ലാം ആ ഒരു നമുക്ക് ആഗ്രഹമുള്ള നമുക്കെല്ലാം ഇപ്പൊ വിഷ്ണു പറഞ്ഞ ആ ഒരു ഏരിയ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വേർഡന്റ് ആയിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്ന അത്തരം സിനിമകളുടെ ഇതാണ്. അങ്ങനെ തന്നെയാണ് അത് സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞ പോലെ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇറ്റ്സ് എ ബിഗ് ഫിലിം, അതിന്റെ ബഡ്ജറ്റ് വളരെ വലുതാണ്. ഇത്രയും പാട്ടുകളും ഫൈറ്റും എല്ലാം വെച്ച് അത് ആ സ്ക്രിപ്റ്റ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഞാൻ ഓരോ മാസവും അത് ഇപ്പോഴും ആയിരിക്കുന്നതും
അതിന്റെ സ്ക്രിപ്റ്റാണ്. സോ ഇറ്റ്സ് അണ്ടർ കൺസ്ട്രക്ഷൻ. നെക്സ്റ്റ് ഇയർ സംഭവിക്കും. ലെറ്റ്സ് ടേക്ക് ടൈം ആൻഡ് ഡു ഇറ്റ് എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അതവിടെ അതിന്റെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ അത് നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ആരാധിക്കുന്ന, ഒരുപാട് ഇഷ്ടപ്പെടുന്ന രഞ്ജിത്ത്, അദ്ദേഹത്തെ പിന്നെ ഒരുപാട് വലിയ വിമർശനങ്ങൾക്ക്, ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് അദ്ദേഹത്തിന് തന്നെ സ്പെസിഫിക്കലി എയിം ചെയ്തുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ. എന്തായിരുന്നു ആ സമയത്ത് കോൺവെർസേഷൻ? എന്തായിരുന്നു മനസ്സിൽ തോന്നിയിരുന്നത്? വേദന തോന്നിയിരുന്നു? ഉറപ്പായിട്ടും നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ വേദനിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മോശം കാലം വരുമ്പോൾ നമ്മൾ വേദനിക്കൂലേ? നാച്ചുറലി എല്ലാവരും വേദനിക്കൂലേ? അതുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ കോൺവെർസേഷൻസ് ഉണ്ടാവും. പക്ഷെ അദ്ദേഹം അത് എടുത്ത രീതിയൊക്കെ ഭയങ്കര വെരി നമ്മളെ എമുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ്. ഹി വാസ് സൂപ്പർ കൂൾ. ഐ ഹാവ് നെവർ സീൻ ഹിം ലൂസ് ഹിസ് വിറ്റ്സ്, നോട്ട് ഈവൺ വൺസ്. ഒരിടത്തും ഒരു ഇടറല്ലോ. അതായത് ഹി വാസ് ഈ സമയങ്ങളിലൊക്കെ അദ്ദേഹം അസാമാന്യമായ പെയിനിലാണ്, ബിക്കോസ് ഓഫ് ഹിസ് ബോഡിലി എയിൽമെന്റ്സ്, ഫിസിക്കൽ ഇഷ്യൂസ് കൊണ്ട്. ആ സമയത്തൊന്നും ഒരിടത്തും ഇടറി ഞാൻ കണ്ടിട്ടില്ല. കല്ല് പോലെ നിൽക്കും. അതൊരു കല്ല് തന്നെയാണ്, അതൊരു സർവേ കല്ലാണ്. അദ്ദേഹം എഴുതിയ ദേവാസുരത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളെ പറ്റിയോ രാവണപ്രഭുയെ പറ്റിയോ നരസിംഹത്തെ പറ്റിയോ ഒക്കെ സംസാരിച്ചിരുന്നു? ഉറപ്പായിട്ടും. ഞങ്ങളല്ല, എനിക്കിപ്പോ അതല്ലേ, നമ്മളിതാണല്ലോ ഈ കഥകൾ ചികഞ്ഞ് എടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാന വിനോദങ്ങളിലൊന്നും. അപ്പൊ ഇത് തന്നെയാണ് സംസാരിക്കുക. നമ്മൾക്ക് ഭയങ്കര എക്സൈറ്റഡ് അല്ലേ? ഇപ്പൊ വിഷ്ണു ഭയങ്കര എക്സൈറ്റഡ് അല്ലേ? എങ്ങനെയായിരിക്കാം ദേവാസുരത്തിന് ശേഷം മായാമയൂരം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എത്തിയത്? കോഴ്സ് ആസ് എനിബഡി. പിന്നെ നരേന്ദ്രൻ എന്നുള്ള ക്യാരക്ടറിനെ എങ്ങനെ ഉണ്ടാക്കി, അയാൾക്ക് ഇങ്ങനെ ഇത് ലോക്സ് കൊടുക്കാന്ന് എങ്ങനെ വിചാരിച്ചു. അഗൈൻ ജോണി വാക്കർ പോലത്തെ ഒരു സിനിമ എങ്ങനെ ഇമാജിൻ ചെയ്തു? വൈബ് പടം. അന്ന് മമ്മൂക്കയുടെ കോസ്റ്റ്യൂംസ് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. രഞ്ജനം പറയാൻ ബാംഗ്ലൂരിലെ സ്ട്രീറ്റ്സ് നിന്ന് വാങ്ങിച്ചാണ്. നമ്മൾ വിചാരിക്കും എന്തോ ഭയങ്കര ഒരു എന്താണ് ബർഗണ്ടി കളേഴ്സും മസ്റ്റർഡ് യെല്ലോസും ഒക്കെ ചിലപ്പം അന്നത്തെ ഏതോ ബ്രാൻഡ് ഒന്നുമില്ല. അവിടെ ആ മറ്റേ ബിഷപ്പ് കോട്ടൺ റോഡിലെ സൈഡ് വാക്കിൽ നിന്നൊക്കെ വാങ്ങിച്ചാണത്. എന്നിട്ട് നന്നായിട്ട് തേച്ച കൊണ്ട് കൊടുക്കുമ്പോ എന്തൊരു കാലത്തിന് മുന്നേ ഇറങ്ങിയ സിനിമയല്ലേ അത്. അതിന് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു സീക്വൻസ് ഇല്ലേ പുള്ളി, അത് ഇന്ന് റീലുകളായിട്ട് കുട്ടികൾ ഇടും. അതെ അതെ അതെ, ഭയങ്കര കൂൾ എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു പടം അത്. പിന്നെ അത് ഈ പറഞ്ഞ ഒരു ക്ലിന്റ് ഈസ്റ്റ്വുഡ് സാധനമാണ്. അപ്പൊ അത് ഒരു വൈൽഡ് വെസ്റ്റേൺ നമുക്കിവിടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ബഡ്ജറ്റില്. പിന്നെ അതിനെ കൊണ്ടുപോയി നമ്മുടെ ഇപ്പൊ അങ്ങനത്തെ ഒരു ടെറൈനിൽ നമുക്ക് ഹോൾ സിനിമ പറയാൻ പറ്റില്ല. സോ അതിനെ മറ്റൊരു രസകരമായിട്ടുള്ള കൊമേഴ്സ്യൽ പ്രപ്പോസിഷനിലേക്ക് കൊണ്ടുവരുന്നു. അതായത് 40-45 വയസ്സുള്ള ഒരാൾ വീണ്ടും കോളേജ് പഠിക്കാൻ വരുന്നു, അതിലേക്ക് കൊണ്ടുവരുന്നു. സോ ഇതൊക്കെ സ്ക്രിപ്റ്റിംഗിൽ നമ്മൾ പഠിക്കുന്ന ചില കാര്യങ്ങളാണ്. ഹൗ ടു എൻഹാൻസ് എ സീൻ, അല്ലെങ്കിൽ ഹൗ ടു എൻറിച്ച് എ സ്ക്രിപ്റ്റ്. അതൊക്കെ വലിയ പാഠങ്ങളാണ് ആ സിനിമ. ജയരാജ് വിഷണറി ഡയറക്ടർ, ബ്രില്യൻ ഡയറക്ടർ. എല്ലാവരും എൻ്റെ അടുത്ത് അദ്ദേഹത്തോട് ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ആ ഡ്യൂ ക്രെഡിറ്റ്സ് ഇന്നും കിട്ടാത്ത ഒരു ആളാണ്. ഒരുപാട് അവാർഡ്സും എല്ലാം കിട്ടി, ദാറ്റ്സ് ഓൾ. പക്ഷെ ഇതൊന്നും അല്ല. ജയരാജൻ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് വി ഹാവ് സീൻ എന്നുള്ളതാണ്. ദാറ്റ്സ് വാട്ട് ഐ ഗ്യാദർ. ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പടം മാത്രമേ വർക്ക് ചെയ്തില്ല, ലൗഡ് സ്പീക്കർ. ദാറ്റ് വാസ് ജസ്റ്റ് 2 days. ഈസ് എ ബ്രില്യന്റ് ഡയറക്ടർ. എന്നോട് പേഴ്സണലി പറഞ്ഞാണ് അനുപേട്ട, എല്ലാ വർഷവും പുള്ളിയെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ടു വിൻ ആൻ ഓസ്കർ. അദ്ദേഹം പറഞ്ഞു ഇപ്പോഴും വിഷ്ണുനോട് ഇപ്പോഴും ആള് ഒരു പടം ഉണ്ടാക്കുന്നത് ക്യാൻസലൊക്കെ അയക്കാൻ വേണ്ടിട്ടാ. ക്യാൻസലൊക്കെ അയച്ചാൽ റിജക്ട് ചെയ്യും, പക്ഷെ പിന്നെയും പുള്ളി പടം ഉണ്ടാക്കും ക്യാൻസലൊക്കെ അയക്കാൻ. ഞാനിങ്ങനെ അതിങ്ങനെ വിഷമിച്ചിട്ടൊന്നും അല്ലെങ്കിൽ ആരെ പറ്റിയോ ഇങ്ങനെ വിഷമത്തോടു കൂടി പറയുന്ന അനുപമനൊന്നും കണ്ടിട്ടില്ല, ഒരു പോയിന്റിൽ ഒഴിച്ച്. അതിങ്ങനെയാണ്, അതായത് കുറച്ചുകൂടി നമ്മുടെ കാലവും നമ്മളുടെ സമൂഹവും അല്ലെങ്കിൽ കലാസമൂഹവും കുറച്ചുകൂടി നന്മ ഉള്ള ഒരു ഘട്ടത്തിലേക്ക് ആവണമായിരുന്നു സുകുമാരി അമ്മ മരിച്ച സമയത്ത് എന്നുള്ളത്. എന്താ ആ മരണം മാത്രം അത്ര എഫക്ട് ചെയ്തത്? അല്ല, നമ്മുടെ കലാകാരന്മാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെ പറഞ്ഞതെന്ന് വെച്ചാല് അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരു എല്ലാ തരം കാര്യങ്ങളും ഷോർട്ട് ലിവ്ഡ് ആണ്. ഇപ്പൊ ഇത്രയും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അമ്മ റോയാപേട്ട ആശുപത്രിയുടെ കോറിഡോറിൽ കിടന്ന കിടപ്പ് ഞാൻ കണ്ടതാണ്. അത് വൈ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. നമ്മൾ ആലോചിക്കുമ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ തന്നെ നമ്മളതിന് റെക്ടിഫിക്കേഷൻസ് ഒക്കെ അവിടെ നടത്തി. ബട്ട് ദാറ്റ് ഹാപ്പൻഡ്. ഐ സോ ഹെർ ബോഡി റോയപ്പേട്ടയിലെ ഒരു നോർമൽ ഹോസ്പിറ്റലിന്റെ
ഒരു ജനറൽ ഹോസ്പിറ്റലാണ് എനിക്ക് തോന്നുന്നത്. കോറിഡോറിലെ തറയിൽ കിടന്ന് ഞാൻ കണ്ടതാണ്. ഈവൻ ആംബുലൻസിന്റെ താഴെ തട്ടുന്നതാണ് ആ ഒരു ബോഡി എടുക്കുന്നത്. അപ്പൊ ഇന്നതിനെ വളരെ ഒരു റിട്രോസ്പെക്റ്റീവ് തിങ്കിങ്ങിൽ ആലോചിക്കുമ്പോൾ അത് പ്രാക്ടിക്കലി അങ്ങനെയൊക്കെ അവിടെ സംഭവിക്കുള്ളായിരുന്നു എന്ന് നമുക്ക്. പക്ഷെ ആ ഷോക്ക് ഉണ്ടല്ലോ, ആ ഷോക്ക് ഭയങ്കരമാണ്. ആൻഡ് അത് ഹോണ്ട് ചെയ്യുന്നുണ്ട് എപ്പോഴും. പിന്നെ ഈ പറഞ്ഞ പോലെ ദ വേ ഷീ ഡൈഡ്, ഒരു ഇത്രയും 50% ബേൺസുമായിട്ട് അങ്ങനെയൊക്കെ മരി. അപ്പം വി സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ദ ഫ്യൂട്ടിലിറ്റി ഓഫ് ഓൾ ദീസ് തിങ്സ്. ഒരു പ്രാർത്ഥനാ മുറിയിൽ വെച്ച് സംഭവിക്കുക. സോ അതിനൊക്കെ ഒരുപാട് റാമിഫിക്കേഷൻസ് ഉണ്ടല്ലോ, നമ്മൾ അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കാമല്ലോ. അല്ല പക്ഷെ അത് കുറെ കാലം എന്നെ ഹോണ്ട് ചെയ്തിട്ടുണ്ട്. എന്നെ ആ ഒരു വിഷ്വല് വിഷ്വൽ എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിട്ടുണ്ട് ആ ടൈമിൽ. ഐ തിങ്ക് ഇറ്റ് വാസ് 2013 അല്ലേ? അതിനെപ്പറ്റി ആകെ എനിക്ക് തോന്നുന്നു ഇത്രയും വോക്കലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അനൂപ്. എന്നെ ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് അത്. ഓഫ് കോഴ്സ് ഷി വാസ് ലൈക്ക് മദർ ടു മീ. അത് ഒരു കാര്യം. അതല്ലാതെ തന്നെ ആസ് എ പേഴ്സൺ. പിന്നെ ഇതിന്റെ നമ്മൾ ആ ഒരു ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ബിക്കമിങ് റെപ്പിറ്റേറ്റീവ് ബട്ട് സ്റ്റിൽ ഐ ടെൽ യു. നമ്മുടെ ക്രെമറ്റോറിയത്തിൽ ഇങ്ങനെ കൊണ്ടുപോയി നമ്മൾ എടുക്കുമ്പോൾ അവിടുത്തെ ഒരു പയ്യൻ വളരെ വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ അവന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇറ്റ് ഈസ് ജസ്റ്റ് അനദർ ബോഡി. അവനെ ആ സമയത്ത് ഇടിക്കാൻ തോന്നും നമുക്ക്. പക്ഷെ അവനിപ്പോ അപ്പൊ അൾട്ടിമേറ്റ്ലി ഇതൊക്കെയാണ് കാര്യങ്ങൾ. സോ മൈറ്റ് ആസ് വെൽ ബാക്കിയുള്ള കാര്യം. ഇപ്പൊ നേരത്തെ വിഷയം ചോദിച്ച പോലെ ഈ വിമർശനങ്ങളും ഈ ഇതും സാധനങ്ങളൊക്കെ നമ്മൾ ലെറ്റ് ഗോ എന്നേ പറയാൻ പറ്റൂ. ഇതൊന്നും നമ്മുടെ ഒരു ലാർജർ പിക്ചർ ഓഫ് ലൈഫിലൊന്നും ഇറ്റ് ഡസന്റ് മാറ്റർ. വേദനിപ്പിക്കാൻ വരുന്നവർ വേദനിപ്പിച്ചിട്ട് പോട്ടെ. അവർക്ക് അതിൽ നിന്നൊരു സന്തോഷം ഉണ്ടാകുന്നെങ്കിൽ ലെറ്റ് ദം ഹാവ് ഇറ്റ്. അതേ പറ്റൂ. അതാണ് ഏറ്റവും, അതൊരു എളുപ്പമാർഗവും കൂടിയാണ്. മറ്റേ ഇവരെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ നിൽക്കാന്നൊക്കെ പറയുന്നത് തൊല്ലയാണ്. സ്ത്രീകൾക്ക് അനൂപനെ വലിയ ഇഷ്ടമാണ്. ഒരു സെറ്റ് ഓഫ് സ്ത്രീകൾക്ക് ഫോർ ഇൻസ്റ്റൻസ് എന്താ കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകളുടെ സൈഡിൽ നിന്ന് അനൂപനൻ കുറെ പറഞ്ഞിട്ടുണ്ട്. അനൂപനൻ ഇതിനെ പറ്റി അറിയാം? ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യമായ കാര്യം. കാരണം നമ്മൾ എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഒരു അജണ്ടയായി എടുത്തിട്ടില്ല. വി കാൻ ഡു ദാറ്റ്. ഞാനൊരു നിഷ് ഫിലിം മേക്കറാണ്. എനിക്ക് അറിയില്ല ഒരു പടം വർക്ക് ആവുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഓടുന്ന പടം എങ്ങനെ എടുക്കണം എന്ന് എനിക്കറിയില്ല. എന്റെ സിനിമ ഓടുമോ ഇല്ലയോ എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയാവുന്നത് എനിക്ക് നല്ല ബോധ്യമുള്ള സിനിമ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഇതിനകത്ത് ഉണ്ടാവാം. ആൻഡ് ആ ഇംപെർഫെക്ഷൻസ് തന്നെയാണ് ഞാൻ, വിത്ത് ഓൾ മൈ ലിമിറ്റേഷൻസ് ആൻഡ് ഇംപെർഫെക്ഷൻസ്. ദാറ്റ് ഇസ് വാട്ട് മേക്സ് മീ വാട്ട് ഐ ആം, അല്ലേ? അപ്പൊ ആ നിഷ് മതി എനിക്ക്. ഞാനതിൽ വളരെ കണ്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഹെവിലി ബോധേഡ് അല്ല. ആര് എങ്ങനെ, ഓഫ് കോഴ്സ് ഈ സ്ത്രീകളെന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നൊരു ശരി, പുരുഷന്മാരുടെ ഭാഗത്തുനിന്നും പറയാത്തത് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. പൊളിറ്റിക്കലി കറക്റ്റ് ആണെന്നറിയില്ല. അതൊരു എന്താ പറയാ, ഒരു സാഹിത്യവുമായി ബന്ധമുള്ള അല്ലെങ്കിൽ സിനിമകളുമായി അങ്ങനെ അത്തരം ഒരു ബന്ധമുള്ള ആൾക്കാരാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നത്. അപ്പം അതിനപ്പുറം മറ്റൊരു മാസിലേക്ക് പെർമിയേറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. എനിക്ക് വരുന്ന സിനിമകൾ, ഇപ്പം അഭിനയിക്കുന്ന സിനിമകൾ അങ്ങനെ ഒരു ഭയങ്കര തിരഞ്ഞെടുപ്പിന്റെ ഇതൊന്നും ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇതേ ചെയ്യൂ അങ്ങനെയൊന്നുമില്ല. എനിക്ക് വരുന്ന സിനിമകൾ എല്ലാം തന്നെ ഓൾമോസ്റ്റ് അത്യാവശ്യം അടി കിട്ടൂല എന്ന് തോന്നുന്ന പടങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. കാരണം അതെന്റെ ഉപജീവന മാർഗമാണ്. ദാറ്റ് ബ്രിങ്സ് ദാറ്റ് ലൈറ്റ്സ് അപ്പ് മൈ കിച്ചൺ ഫയർ എന്ന് പറയാം. അപ്പൊ അത് ഞാൻ ചെയ്യാറില്ല. ബട്ട് അറ്റ് സെയിം ടൈം ഞാൻ എഴുതുന്നതോ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള, ഇപ്പം റൈറ്റ് ഫ്രം ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ലോഡ്ജ്, കാലിഫോർണിയ, കോക്ടെയിൽ ആൻഡ് ദിസ് ഡോൾഫിൻസ്, മെഴുതിരി അത്താഴങ്ങൾ, പത്മ, കിങ് ഫിഷ്, എന്ത് തന്നെ ഈ സിനിമകളൊക്കെ തന്നെയും എനിക്ക് അന്നേരമുള്ള എന്റെ ബോധ്യത്തിൽ നിന്ന് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അത് ഇപ്പൊ ലോഡ്ജ് പോലത്തെ ഒരു സിനിമ എഴുതുമ്പോൾ അത് എങ്ങനെയായിരിക്കും ഈ സമൂഹത്തിന്, ഐ മീൻ അതിന്റെ ഒരു ബാക്ക്ലാഷ് ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ഞാനത് ആന്റിസിപ്പേറ്റ് ചെയ്തിരുന്നില്ല.